മാഡം ഇപ്പോൾ ഡയബറ്റീസിന്റെ പ്രിവലൻസ് വളരെ കൂടി വരുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുപോലെ തന്നെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ കാര്യത്തിൽ. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആർക്കാണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്, ആരൊക്കെയാണ് നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്യുന്നത്? അത് ശരിയാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി 24th വീക്ക് തൊട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴാണ് നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ചില വിഭാഗം ആൾക്കാരെ നമുക്ക് നേരത്തെ സ്ക്രീൻ ചെയ്യാം. അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ്, അതായത് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നുള്ളവർക്ക്, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഒരു ബിഗ് ബേബി, അതായത് മോർ ദാൻ 3.5 കിലോ അല്ലെങ്കിൽ 3.8 kg ഉള്ളവർക്ക്, പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, പിന്നെ എത്നിസിറ്റിയിൽ നമ്മളിപ്പോ ഇന്ത്യ എന്തായാലും ഹയർ പ്രെവലൻസ് ഗ്രൂപ്പിൽ തന്നെ പെടും. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഏർലി ആയിട്ട് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് പറയുമ്പം നമുക്ക് ഈ ഡയബറ്റീസ് ഡയറ്റിനെ കുറിച്ച് പറയാം. ഈ ഡയറ്റിൽ എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞേ. അതായത് നമുക്ക് ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫ്രൂട്ട്സ് കഴിക്കുന്നത്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുമോ അതോ എല്ലാം അവോയ്ഡ് ചെയ്യണോ? ജനറലി ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂഷ്വലി പറയാറ് യെല്ലോ ഫ്രൂട്ട്സ്, അതായത് പൈനാപ്പിൾ, പഴം, മാങ്ങ, അതുപോലുള്ള ഫ്രൂട്ട്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്. പക്ഷെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ആപ്പിൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പേരയ്ക്ക, അതുപോലെ പപ്പായ, പിന്നെ വാട്ടർമെലോണൊക്കെ ആണെങ്കിൽ ഒരു 200 grams വരെയൊക്കെ കഴിക്കാവുന്നതാണ്. അതൊരു കീ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫ്രൂട്ട്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ പക്ഷെ ഡയബറ്റിക് ഡയറ്റ് എന്നുള്ളത് ഷുഗർ റെഡ്യൂസ് ചെയ്യാന്ന് മാത്രമുള്ളത് ഒരു മിഥ്യാധാരണയാണോ അതോ ഒരു ശരിക്കുള്ള ധാരണയാണ്? ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഷുഗർ കുറയ്ക്കാൻ മാത്രമല്ല, നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഷുഗർ അതുപോലെ തന്നെ ഹൈ ഫൈബർ ഡയറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂഷ്വലി ഒരു 2 to 3 ലാർജ് മീൽസ് എടുക്കാതെ ഒരു സ്മോൾ മീൽസ് ആയിട്ട് നമ്മുടെ ഹോൾ ഡേ മീൽസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. ഒരു 3 to 4 hours കൂടുമ്പോൾ സ്മോൾ മീൽസ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇതിൽ തന്നെ നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ടും ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈച്ച് മീലിന്റെ കൂടെ പ്രോട്ടീൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ പ്രോട്ടീൻ കൂടിയ ഫുഡ്സ് ആയ മുട്ട, പാല്, പൾസസ്, അതായത് പയറുവർഗ്ഗങ്ങൾ, ഫിഷ് തുടങ്ങിയവയൊക്കെയും ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഡയറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഷുഗറി ഫുഡ്സ്, ജ്യൂസസ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് സ്നാക്സ്, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ അപ്പൊ ഡയറ്റിന്റെ കൂടെ എക്സസൈസും ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ആണല്ലോ നമ്മുടെ ഡയബറ്റീസ് പ്രിവെൻഷനിൽ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ എക്സസൈസിൽ ഞാൻ ജനറലി പറയാം, നമ്മൾ ഒരു 25 to 30 minutes വാക്ക് എവറി ഡേ. പിന്നെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്ക്വാട്സ് ചെയ്യാം, സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്യാം, അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ കുറച്ചുകൂടെ ലേറ്റ് ട്രൈമസ്റ്റേഴ്സിലാണെങ്കിൽ ഡക്ക് വാക്ക്, അങ്ങനത്തെയുള്ള എക്സസൈസസും ഓക്കെയാണ്. ശരിക്കും വാട്ട് വുഡ് ബി ദ ഐഡിയൽ എക്സസൈസ് യു റെക്കമെൻഡ്? ഐഡിയൽ നമ്മൾ ഒരു 150 minutes ഓഫ് എക്സസൈസ് പെർ വീക്ക് ആണ് യൂഷ്വൽ റെക്കമെൻഡ് ചെയ്യാറ്. അത് ബ്രിസ്ക് വാക്കിംഗ് ആവാം, ഈവൻ സ്വിമ്മിംഗ് ആവാം, അല്ലെങ്കിൽ സൈക്ലിംഗ്. ബട്ട് പ്രഗ്നൻസിയിൽ യൂഷ്വലി നമ്മൾ ഒബ്സ്റ്റേഷനെ കൺസൾട്ട് ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള എക്സസൈസ് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ.